നമസ്കാരം. കേരള നിയമസഭയുടെ നടുത്തളത്തിൽ ഇന്ന് ഉയർന്നത് ഒരു നികുതി ഇളവിന്റെ വിവാദമല്ല, ഭരണത്തിന്റെ സുതാര്യതയെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോരാട്ടമാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം കനത്തു. കർണാടകയിലെ ബക്കാടി കമ്പനിക്ക് വേണ്ടിയാണ് ഇത്തരമൊരു നികുതി ഇളവ് സർക്കാർ നൽകിയിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. സംസ്ഥാനത്ത് വലിയ തോതിലുള്ള മദ്യം ഒഴുക്കുന്നതിനുള്ള നയത്തിന്റെ ഭാഗമായാണ് നികുതി ഇളവ്. സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിതമായ ലാഭം കൊയ്യാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കുകയാണെന്നും 251% നിലവിലുള്ള നികുതി 120% ആക്കിയിരിക്കുകയാണെന്നും ആർക്കുവേണ്ടിയാണിതെന്നും പിണറായി വിജയൻ ചോദ്യം ഉന്നയിച്ചു. സാധാരണ ജനങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇതിന്റെ ഗുണഭോക്താവ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കർണാടകയിലെ ഒരു മദ്യ കമ്പനിയാണ്. സ്വകാര്യ കുത്തക കമ്പനിയായ ബക്കാടിക്ക് വേണ്ടിയുള്ള നിർദ്ദേശമായിട്ടാണ് ഇത്. ഇതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോഫ്റ്റ് ഡ്രിങ്ക് പോലെ മദ്യം സാർവത്രികമാക്കാനാണ് പോകുന്നത്. ഇത് അനുവദിക്കാൻ പറ്റില്ല, ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കും. ലഹരിയിലേക്ക് ആളുകളെ തള്ളിവിടുന്നതിലേക്കാണ് ഇത് എത്തിക്കുക എന്നും പിണറായി വിജയൻ ആരോപിച്ചു. സ്പീക്കർ അനുമതി നിഷേധിച്ചിട്ടും ചട്ടപ്രകാരമല്ല പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്നും സർക്കാരിന് മറുപടി പറയാൻ അനുമതിയില്ലാത്തത് കൊണ്ട് ആരോപണം രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശനും ആവശ്യപ്പെട്ടു. ബജറ്റ് ചർച്ചകൾ നടക്കുന്നതിനാൽ റൂൾ 50 പ്രകാരം KN ബാലഗോപാൽ നൽകിയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത്. സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ല എന്ന് KC ഗ്രൂപ്പ് പറയുന്നു, ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ല എന്ന് എക്സൈസ് മന്ത്രിയും പറയുന്നു തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ തർക്കമുണ്ടെന്ന സൂചനകൾക്കിടയിലാണ് പ്രതിപക്ഷം ഇത്തരമൊരു മുദ്രാവാക്യം ഉയർത്തിയിരിക്കുന്നത്. വിഷയത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും എക്സൈസ് മന്ത്രി M ലിജുവും തീരുമാനത്തിൽ അതൃപ്തി പ്രകടമാക്കിയിരുന്നു. പിണറായി സർക്കാരിന്റെ 2022-23 മദ്യനയത്തിൽ 0.5% മുതൽ 20% വരെ ആൽക്കഹോളുള്ള മദ്യത്തെ വീര്യം കുറഞ്ഞ മദ്യമായി വിൽക്കുന്നതിന് വിദേശ മദ്യചട്ടത്തിൽ ഭേദഗതി വരുത്തിയിരുന്നു. നികുതി ഘടന വരെ ധാരണയായ ശേഷം തീരുമാനമെടുക്കാതെ മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. എന്നാൽ മുൻ സർക്കാർ വിൽപ്പനാനുമതി നൽകിയ സ്ഥിതിക്ക് സർക്കാരിന്റെ വരുമാനം ലക്ഷ്യമിട്ട് നികുതി നിശ്ചയിക്കുന്നതിൽ അസ്വാഭാവികത ഇല്ല എന്ന നിഗമനത്തിലായിരുന്നു പുതിയ സർക്കാരിന്റെ തുടർ നടപടി. മദ്യോപഭോഗം കുറയ്ക്കുമെന്ന UDF നയത്തിന് വിരുദ്ധമായാണ് ഈ നിലപാടെന്നാണ് വിമർശനം. സർക്കാർ നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ജനങ്ങൾക്ക് സ്വീകാര്യമാണ് എന്ന് ഉറപ്പുവരുത്തണമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. പാർട്ടിക്കുള്ളിൽ ചർച്ചയുണ്ടാകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എക്സൈസ് മന്ത്രിയുമായി കൂടിയാലോചന നടത്താതെയാണ് നികുതി നിശ്ചയിച്ചതെന്ന വിമർശനവും ഇതിനിടെ ഉയർന്നിരുന്നു. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചത് എക്സൈസ് വകുപ്പിനെ അറിയിച്ചിരുന്നില്ല എന്നത് കോൺഗ്രസിന്റെ അണികൾക്കിടയിൽ തന്നെ വലിയ തർക്ക വിഷയമായി കഴിഞ്ഞു. ധനവകുപ്പ് മാത്രമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതെന്നും മറ്റു കൂടിയാലോചനകൾ നടന്നിട്ടില്ല എന്നും എക്സൈസ് മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നികുതി നിശ്ചയിക്കുന്ന കാര്യം ധനവകുപ്പിന്റെ മാത്രം പരിധിയിൽ വരുന്നതാണെന്നായിരുന്നു മന്ത്രി M ലിജുവിന്റെ ആദ്യ പ്രതികരണം. എങ്കിലും വകുപ്പിനെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഇത്തരം പ്രഖ്യാപനങ്ങളിൽ എക്സൈസ് വകുപ്പിനെ കടുത്ത അതൃപ്തിയുണ്ട്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ അതൃപ്തിയും വകുപ്പിന്റെ വിയോജിപ്പും മന്ത്രി നേരിട്ട് അറിയിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. UDF-നുള്ളിൽ തന്നെ ഈ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് തുറന്ന കത്തെഴുതിയെന്നാണ് വിവരം. വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകുന്നത് UDF-ന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയ്ക്ക് വിരുദ്ധമാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഈ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ എതിർപ്പുകൾക്ക് പുറമെ സമുദായ സംഘടനകളും ക്രൈസ്തവ സഭകളും മദ്യവിരുദ്ധ സമിതികളും ശക്തമായ നിലപാടുമായി രംഗത്തുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന സംസ്ഥാനത്ത് മദ്യവ്യാപനത്തിന് വഴിവെക്കുമെന്നും കൂടുതൽ ആളുകളെ മദ്യാസക്തരാക്കുമെന്നുമാണ് ഇവരുടെ ആശങ്ക. മദ്യവിരുദ്ധ സമിതികളുടെ എതിർപ്പ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത് സർക്കാരിന് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. 2023 LDF സർക്കാർ സമാനമായ രീതിയിൽ അബ്കാരി നയം ഭേദഗതി ചെയ്തപ്പോൾ അതിനെ ഏറ്റവും ശക്തമായി എതിർത്തത് ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശനായിരുന്നു. വൻകിട കമ്പനികൾക്ക് തട്ടിപ്പ് നടത്താനും മദ്യമൊഴുക്കാനുമുള്ള നീക്കമാണിതെന്ന് അന്ന് അദ്ദേഹം ശക്തമായി ആരോപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വന്തം സർക്കാരിന്റെ കാലത്ത് നികുതി കുറച്ചു നൽകുന്നതിലൂടെ മദ്യ കമ്പനികൾക്ക് കേരള വിപണിയിലേക്ക് സുഗമമായി എത്താനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. മുന്നണിയിലെയും പാർട്ടിയിലെയും അതൃപ്തിയും സമുദായ സംഘടനകളുടെ എതിർപ്പും കണക്കിലെടുത്ത് മുഖ്യമന്ത്രി ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോക്കം പോകുമോ എന്നതാണ് അറിയേണ്ടത്. എക്സൈസ് വകുപ്പിന്റെ നിലപാട് കൂടി അറിഞ്ഞ ശേഷം സർക്കാർ എടുക്കുന്ന തീരുമാനം ഈ വിവാദത്തിൽ നിർണായകമാകും.